ഹായ് ഓൾ വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LP-UP പരീക്ഷയ്ക്ക് നമുക്ക് ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടും പലതവണ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷനൊക്കെ തോന്നാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഭൂപ്രദേശങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെൻറ്റൊക്കെ എത്ര കൺഫ്യൂസിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാലും നമുക്കവിടെ കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തരുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല്, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, ഇന്ത്യയുടെ ധാന്യപ്പുര, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രദേശം. അപ്പം ഈ 4 കാര്യങ്ങളും ഒരു പർട്ടിക്കുലർ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലെന്ന് പറയുന്നത്? അവിടെയാണ് കൂടുതലായിട്ട് എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം ഉള്ളതും അതുകൊണ്ട് ധാരാളമായി കൃഷി ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ കാർഷിക വ്യവസ്ഥ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കും. അതുകൊണ്ടാണ് കാർഷിക മേഖലയുടെ നട്ടെല്ലും. പിന്നെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ നമുക്ക് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ധാന്യപുര എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ അത്രയധികം കൾട്ടിവേഷൻ ഉണ്ട്, നല്ല രീതിയിൽ കാർഷിക വിളവ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രദേശം. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഏറ്റവും പ്രായം കുറഞ്ഞായിട്ട് വന്നത്? നമ്മുടെ ഹിമാലയൻ നദികളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ്. ഹിമാലയൻ നദികളെന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം, ആ ഹിമാലയ അവിടെ എന്ന് പറയുമ്പം അത് പൊതുവെ പ്രായം കുറഞ്ഞ ഒരു ഏരിയ ആണ്. അപ്പം അത്തരം നദികളാൽ ഉണ്ടായി വന്ന ഒരു ഭൂപ്രദേശം ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു പ്രായം കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ഫാക്ട്സ് നമ്മളതുകൊണ്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പം തന്നെ ആ ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ഏത് ഭൂപ്രദേശമാണെന്ന് മനസ്സിലായവർ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്